ഞാൻ രത്നം ടീച്ചറാണ്. റിട്ടയർഡ് ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഞാൻ തൃശ്ശൂരിലാണ് താമസം. 64 വയസ്സായി. ഇപ്പോഴും ഞാൻ വളരെ ആക്റ്റീവാണ്. അതുമാത്രമല്ല, എനിക്ക് 2.5 വയസ്സിൽ പോളിയോ വന്നിട്ട് എൻ്റെ ഇടത്തെ കാല് തളർന്നതാണ്. നടക്കാൻ ബുദ്ധിമുട്ടാണ്. കട്ടിലാണ് ഇരിപ്പ്. എപ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവാണ്, പോസിറ്റീവാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ കുറച്ച് പിന്തള്ളപ്പെട്ടു. കാരണം കേക്ക് ബേക്കിങ്. ഇത് ബേക്കിങ് വളരെ ഇഷ്ടമാണ്. പക്ഷേ അത് ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് ശരിയാവാറില്ല എന്ന് വെച്ചാൽ വളരെ ആഗ്രഹത്തോടെ ചെയ്തു തുടങ്ങും. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവസാനം എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഇനി കേക്ക് ബേക്ക് ചെയ്യണ്ട, അമ്മയ്ക്ക് അറിയാവുന്ന ചോക്ലേറ്റും കുക്കീസൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലത് ആഗ്രഹം ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് നല്ലൊരു കേക്ക് ചെയ്യണം, എല്ലാവരാലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു കേക്ക് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രത കൊണ്ടായിരിക്കണം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടു, ദീപ ബാലകൃഷ്ണൻ കേക്ക് ക്ലാസ്സിൻ്റെ. ഉടനെ രാത്രി തന്നെയാണെന്ന് തോന്നുന്നു, ഉടനെ തന്നെ ദീപേനെ വിളിച്ചു. വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദീപയ്ക്കും വളരെ സന്തോഷമായി. കാരണം ഇത്രയും ഏജായിട്ടും ഇത്രയും അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളായിട്ടും കേക്ക് പഠിക്കുന്ന ഇത്രയും താല്പര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ദീപ പറഞ്ഞു, എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ടീച്ചർക്ക് ഞാൻ ചെയ്തു തരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. തൃക്കാക്കര അവിടെയാണ്. പക്ഷെ അപ്പോഴേക്കും കൊറോണ വന്ന് നമ്മുടെ ക്ലാസ് ഇൻഡിവിജ്വൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അതിലേക്ക് കയറിയപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ദീപ എല്ലാവരെയും ശ്രദ്ധിക്കും, എല്ലാവരോടും വിവരങ്ങൾ പറയും. പക്ഷെ എങ്കിലും ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ദീപ പറയും, ടീച്ചറമ്മേ വേഗം നല്ലോണം ശ്രദ്ധിച്ചോളൂട്ടോ, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി, ഇതുപോലെ ഇരിക്കണം എന്ന് പറഞ്ഞ് ആ പാത്രമൊക്കെ എൻ്റെ നേരേക്കൊക്കെ കാണിച്ചു തന്ന് വളരെ ടീച്ചറമ്മ തന്നെയാണ് പറയുന്നത്. കാരണം എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ. ഗ്രൂപ്പിലെല്ലാവരും ടീച്ചറമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗം പ്രത്യേകിച്ചും എടുത്ത് പറഞ്ഞു തന്ന് ഓരോ ക്ലാസ്സിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോഴും അങ്ങനെയാണ് ചെയ്തു തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് മാത്രമല്ല, ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരെയും ദീപ വിളിക്കും. എത്ര വയ്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തീരെ വയ്യ എന്നൊക്കെ ക്ലാസ്സിൽ പറയും. പക്ഷെ എങ്കിലും ക്ലാസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ദീപ വേറൊരാളാണ്. എന്താണ് അസുഖങ്ങളൊന്നും ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ദീപയ്ക്ക് കാണില്ല. അപ്പോൾ പ്രത്യേക ഒരു ആവേശമാണ്. അതൊരു ഇൻബോൺ ടീച്ചറാണ്. അതിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ഞാനും ഒരു അധ്യാപിക ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. ആ ടാലൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, ഉടനെ തന്നെ ആ സിൻസിരിറ്റി ഉള്ളതുകൊണ്ട് ആണ് ഞാൻ ചെയ്യുന്ന വർക്ക് അല്ലെങ്കിൽ ചെയ്യുന്നത് കുട്ടികൾക്ക് മനസ്സിലാവണം, അവർക്ക് അതിൽ നിന്നൊരു ഏണിങ് ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ വഴിക്ക് തന്നെ എല്ലാവരെയും വിളിക്കും. ആദ്യം വിളിക്കും, ഞാൻ എൻ്റെ മൂത്ത ആൾ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, ടീച്ചറെ മനസ്സിലായോ, ഏതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തതുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു പ്രാവശ്യം കൂടി ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്യും. ഏത് അധ്യാപികയാണ് അങ്ങനെ ചെയ്യുക? കേക്ക് ബേക്കിംഗ് ക്ലാസ്സുകൾ ഞാൻ വേറെയും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും മനസ്സിലാവാണ്ട് ഒരു ബിഗ് സീറോ ആയിട്ടാണ് ഞാൻ ദീപയുടെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ഓരോ കുട്ടിയോടും വിളിച്ചു ചോദിക്കും. അതാണ് ദീപ. ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥയോടുള്ള സമീപനം, അതാണ് നമുക്ക് വേണ്ടത്. ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ എത്ര രൂപ നിങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടിയുടെ അത്രയും നമുക്ക് ബെനിഫിറ്റാണ് കിട്ടുന്നത്. 10 കേക്ക് പഠിപ്പിക്കുമെന്ന് പറഞ്ഞാലും ദീപ പറഞ്ഞു വരുമ്പോൾ ഒരു 20 മേലെ ഉണ്ടാകും. കാരണം ഏതെങ്കിലും ഒരു കേക്ക് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിലാക്കാട്ടോ, ഇതിനെ നമുക്ക് വേറെ രീതിയിൽ കൊണ്ടുപോകാട്ടോ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു കേക്കായിട്ട് മാറും. അതുപോലെ റാഫല്ലോ വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ കേക്കുകൾ പറയും. അങ്ങനെ നമുക്ക് 10 എന്ന് പറഞ്ഞാൽ ഒരു 20 മേലെ റെസിപ്പി നമുക്ക് കിട്ടും. ആരാ അങ്ങനെ പറയുക? ആ 20 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 10 മതി, ബാക്കി 10ന് വേറെ ഫീസ് കൊടുത്തിട്ട് പഠിക്കട്ടെ കുട്ടികൾ എന്നൊരു ധാരണയാണ് സാധാരണ ഈ ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്നവർക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ദീപ ഈസ് ഡിഫറെൻറ്റ്. റിയലി പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഇതുള്ള
കഴിവുള്ള ആളാണ്. കഴിവ് മാത്രമല്ല, അത് പറഞ്ഞു കൊടുക്കാനും ഒരു മനസ്സ് വേണം. അത് കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിക്കണമെങ്കിലും അതിനൊരു മനസ്സ് വേണം. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദീപയ്ക്ക് എന്നും ആരോഗ്യവും ആയുസ്സും ഒക്കെ കുടുംബത്തിനുമൊക്കെ ഉണ്ടാവട്ടെ. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ ഞങ്ങളെപ്പോലെ കുറേ പേർക്ക് ദീപേന ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇതുമാതിരി ഇനിയും ഹോം ബേക്കേഴ്സിന് കുറേ പേരെ തയ്യാറെടുക്കാനുള്ള വലിയൊരു ചുമതല ദീപയ്ക്കുണ്ട്. അത് പൈസയുടെ മാത്രം അല്ലല്ലോ, അത് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാനും അതിൽ നിന്ന് നമുക്കൊരു ഏണിങ് ഉണ്ടാക്കി തരാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന ആ രീതി കണ്ടാലും നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഏറ്റവും സന്തോഷമായിരിക്കെ അമ്മ ഇനി ക്ലാസ് വെക്കണ്ട, കേക്ക് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ മോള് തന്നെ ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ കേക്കാണ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിടാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും അയൽപ്പക്കത്തൊക്കെ പങ്കുവെച്ച് കൊടുക്കാനും വളരെ താല്പര്യം കാണിക്കുകയാണ് എൻ്റെ മോളിപ്പോൾ. അത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ് എനിക്ക്. അതിന് ഞാൻ ദീപോടാണ് നന്ദി പറയുന്നത്. അതുപോലെ എൻ്റെ ഗ്രൂപ്പിൽ ഈ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്ന കുട്ടികൾ എല്ലാവരും എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാനായിട്ട് തയ്യാറുള്ള എൻ്റെ മക്കൾ തന്നെ പറയാം. അങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് നമ്മളുള്ളത്. ആ കൂട്ടായ്മ നിലനിർത്താനും അതിൻ്റെ ലീഡർഷിപ്പ് എപ്പോഴും ദീപയുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരു അധ്യാപികനെ ഇതുവരെ ഞാൻ പരിചയപ്പെടാൻ എനിക്ക് പറ്റിയിട്ടില്ല ഈ ഫീൽഡിൽ. അപ്പം ഇനിയും ദീപയ്ക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. എന്തൊക്കെയാണ് ഇനി മനസ്സിലെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെങ്കിലും അത് നിറവേറാൻ ഈശ്വരൻ സഹായിക്കട്ടെ.